ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മോട്ടോ വണ്ടർ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ കാരിയർ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ കാരിയർ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. പിന്നെ അതുപോലെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഫ്രെയിം സ്ലൈഡറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഫ്രെയിം സ്ലൈഡർ വരുന്നത് RR310 വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യുന്നതാണ് RR310. വേറെ ഹോളോ അഡ്ജസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ നടത്തണ്ട. ഇത് പക്ക അടിപൊളി ഒരു സംഭവമാണ്. നല്ല വെൽ ഫിനിഷ്ഡാണ്. നല്ല രസമാണ് ഇത് കാണാനൊക്കെ. വണ്ടിക്കൊക്കെ വേറെ ഭംഗിക്കുറവോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട്. മോട്ടോ പ്രോ എന്നൊക്കെ എഴുതി നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വണ്ടി മാറുകയോ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ റോഡും വണ്ടിയും തമ്മിലുള്ള കോൺടാക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടാണ് ഫ്രെയിം സ്ലൈഡറിൻ്റെ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഈ ഒരു പാർട്ടിൽ നമുക്ക് ഇത് ഡെൽറിൻ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ വണ്ടി വീഴണമെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെത്തി തീരുള്ളൂ. വണ്ടി ഒരഞ്ഞ് കുറേ പോണതിന് പകരം ഇത് ഒരഞ്ഞ് തീർന്ന് പെട്ടെന്ന് വണ്ടി നിർത്തും. അപ്പോൾ അതാണ് ഫ്രെയിം സ്ലൈഡറിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. പിന്നെ കിറ്റിനും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമ്മുടെ RR310 നമ്മൾ ഒരു ടൂറിംഗ് മോഡ്, കംപ്ലീറ്റ്ലി ടൂറിംഗ് മോഡായിട്ട് മാറ്റിയിരിക്കുകയാണ്. എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇതിന് ടൂറിംഗ് മോഡാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. നമ്മൾ ഒറ്റക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് കാര്യത്തിനൊക്കെ വേണ്ടി എപ്പോഴെപ്പോഴും ഫോൺ എടുത്ത് നോക്കാൻ പറ്റില്ല. ഇതിനൊരു ചാർജറുണ്ട് അടിയിൽ. അപ്പോൾ ഈ ഒരു ചാർജറോട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാനും പറ്റും. ഇതൊരു ഫാസ്റ്റ് ചാർജിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് ഏകദേശം 2200 രൂപയാണ്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് 800 രൂപയോളം വില വരുന്ന ഒരു ലിവർ പ്രൊട്ടക്റ്റർ ഗാർഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി ചരിഞ്ഞൊക്കെ വീഴണമെങ്കിൽ തന്നെ ഇത് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. പിന്നെ കൈക്കും അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ രണ്ടാമത് നമ്മൾ ഫ്രെയിം സ്ലൈഡറാണ് വെച്ചേക്കുന്നത്. ഈ ഫ്രെയിം സ്ലൈഡറിൻ്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് ഏറ്റവും മേജർ പാർട്ടായിട്ട് തന്നെ സാഡിൽ സ്റ്റേയും ടെയിൽ റാക്കും ടോപ്പ് റാക്കും കൂടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫുഡ് റെസ്റ്റും പിന്നെ ഈ ഒരു പാർട്ടിലാണ് ഫുൾ സപ്പോർട്ട് വരുന്നത് ബാക്ക് ചേസിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ഒരു ഫിനിഷാണ് ഇപ്പോൾ വന്നേക്കുക. വണ്ടിക്ക് നല്ല നീട്ടം കൂടിയിട്ടുണ്ട്. വേണ്ട, നല്ല നീട്ടമായി വണ്ടി. ഇപ്പോൾ അതേ ഇത്രയും സൈസായി വണ്ടി. പിന്നെ നമ്മളിത് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കണം ഒരു ക്ലച്ച് കേബിളും കൂടി ടൈ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഈ ക്ലച്ച് കേബിൾ പൊട്ടണമെങ്കിൽ ഈ ഒരു കേബിൾ എടുത്ത് നമുക്ക് അപ്പോൾ തന്നെ ഇടാം. അപ്പോൾ അതിൽ വേറെ ബോഡി അഴിക്കാൻ വേറെ കാര്യങ്ങളിലോട്ട് നിൽക്കണ്ട. പിന്നെ നമ്മൾ ലിവർ, ഈ 2 ലിവേഴ്സ്, ഈ ക്ലച്ച് ലിവറും ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കിൻ്റെ ലിവറും നമ്മൾ എക്സ്ട്രാ കയ്യിൽ സ്പെയർ ആയിട്ട് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നത്, അപ്പോൾ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 180 mm വരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇൻ കേസ് എങ്ങാനും ഒരു കല്ല് വന്ന് ഇടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഒടിഞ്ഞു പോകണം നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി സംഭവം കൊണ്ട് തന്നെ ഒടിഞ്ഞു പോകണ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കണില്ല. ഇൻ കേസ് എങ്ങാനും ഒടിഞ്ഞു പോയാലോ അല്ലെങ്കിൽ വളഞ്ഞു പോയാലോ നമുക്കപ്പോൾ ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. കാരണം ഇതിൻ്റെ ഷോറൂം കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ നോർത്ത് ഏരിയാസിലൊക്കെ വരണമെങ്കിൽ നമുക്ക് ഡൽഹിയിലോട്ടൊക്കെ വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംഭവം, ഈ ഒരു ഫുൾ സെറ്റും നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കയ്യിൽ കരുതുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇൻ കേസ് വീണ് ഒടിഞ്ഞു പോയാണെങ്കിൽ ഇതും നമ്മൾ ഒരെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു ബ്രേക്ക് ലിവർ ഒരെണ്ണം എക്സ്ട്രാ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ആക്സിഡൻ്റ് ആവുക എന്തെങ്കിലും തട്ടി പൊട്ടി പോയത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപകാരപ്രദമാവും. പിന്നെ അത് ഈ ഒരു ഫുൾ സെറ്റ് നമ്മൾ കയ്യിൽ കരുതുന്നുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ കയ്യിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക് പാഡ്സ് 2 ബ്രേക്ക് പാഡ്സും, ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡും ബാക്കിലത്തെ ബ്രേക്ക് പാഡും പുത്തനാണ്. അത് രണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ടയർ പുത്തനാണ്. ഈ ടയർ എന്തായാലും എൻ്റെ ഫസ്റ്റ് ടയർ 22,000 കിലോമീറ്റർ കിട്ടിയിരുന്നു. അപ്പോൾ ഇതും അത്രയൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ടയർ ചേഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഒരു സാലൻസർ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. അത് നമുക്ക് വേണ്ടത് 10-ന്റെ ബോൾട്ടാണ് കേട്ടോ. 10-ന്റെ 4 ബോൾട്ടാണ് വെക്കണത്. ഇത് തുരുമ്പിടിക്കാണ്ടിരിക്കാൻ, റസ്റ്റ് കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത്യാവശ്യം ഇവിടെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരും. ത്രെഡ് ലോക്കർ എന്ന് പറഞ്ഞൊരു ഗ്ലൂവും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ത്രെഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിന്നോളും. അപ്പോൾ ആ ഗ്യാപ്പിലോട്ടൊക്കെ ഈ ഗ്ലൂ ഇറങ്ങി ചെന്നിട്ട് പക്കാ ഫിറ്റായിരിക്കും. നല്ല 2 നെറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഈ ഗ്ലൂ ഇട്ടുകൊണ്ട് പക്കാ ഫിറ്റായിരിക്കും. ഈ പാർട്ടാണ് ഇതിൻ്റെ മേജർ പാർട്ടായിട്ട് തന്നെ. ഇതിൻ്റെ സാഡിസ്റ്റയുടെ ഫുൾ സപ്പോർട്ട് ഇതിലോട്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു വെയിറ്റ് ഉണ്ട്. ഒരു 2.5 കിലോളം ഇതിൻ്റെ വെയിറ്റ് വരും. അപ്പോൾ ഇതൊരു അയൺ മെറ്റലാണ്, നല്ല കൂടിയൊരു മെറ്റലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിന് 4 സ്ക്രൂ ഉള്ള വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെക്കണം. ഇത് സ്റ്റോക്കിൻ്റെ പോലെ തന്നെ 4 സ്ക്രൂ, പിന്നെ ഇൻഡിക്കേറ്റർ പോകാനുള്ള ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്കായിട്ടുള്ള നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് കസ്റ്റമായിട്ട് ഒരു ടെയിൽ ടൈഡി അല്ലെങ്കിൽ ഒരു ക്ലാമ്പ് കാര്യങ്ങളൊക്കെ നമ്പർ പ്ലേറ്റിന് വേണ്ടി വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പാർട്ടാണ് ഈ ഒരു പോർഷനിൽ വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 സ്ക്രൂ ഇട്ട് കൊടുക്കും. ഇവിടെ തന്നെ നമ്മുടെ
നമ്പർ പ്ലേറ്റും കാര്യങ്ങളും വരും. ഇവിടെ നിന്നാണ് സാഡിൽ സ്റ്റേയുടെ ഇത് തന്നെ. അപ്പോൾ ഈ ഒരു ഒറ്റ സ്ഥലത്തു നിന്നാണ് ഫുൾ സപ്പോർട്ട് ഈ സാഡിൽ സ്റ്റേക്ക് വന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ആദ്യത്തെ 4 സ്ക്രൂ. Just happened. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. My neighbors compete to see who can put up more blinding lights. The kids all wish away the month 'cause they want presents in sight. This year had me so mad, I've been bad, got coal that is sitting under my tree. I think that my Christmas has died. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. When I was just a boy, Christmas brought so much joy. Couldn't wait for the presents and laughter. I couldn't sleep late at night, looking for Santa with lights. Those are the memories I. നമ്മുടെ സാഡിൽ സ്റ്റേയുടെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.